ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഇൻവോയ്സിങ് ടാലി പ്രൈമിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഈ ഇൻവോയ്സിങ് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. ഞാനത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയും. ഇപ്പോൾ ഇതിനകം തന്നെ ഒരുപാട് കുട്ടികളെ ജോയിൻ ചെയ്ത് കോഴ്സ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഇൻവോയ്സിങ് ടാലിയിൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ ഇൻവോയ്സിങ് എന്നുള്ളത് അറിയണ്ടേ. അപ്പം നമുക്ക് ഈ ഇൻവോയ്സിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഇൻവോയ്സിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻവോയ്സിങ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലോഡിംഗ് ഓൾ യുവർ B2B ട്രാൻസാക്ഷൻസ്, sales, credit note and debit note made to the business, including all types of exports, on the IRP invoice registration portal for authentication. Once authenticated, the IRP will issue a unique IRN for every invoice reference number. A QR code will be added to the invoice along with the IRN. അതായത് എന്താണ് ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ബിസിനസ്സിലെ എല്ലാ B2B ട്രാൻസാക്ഷൻസും, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിൽ സെയിൽസ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് നോട്ട് ഉണ്ടായിരിക്കും, ഡെബിറ്റ് നോട്ട് ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾക്ക്, അതുപോലെ എക്സ്പോർട്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു IRP നമ്പർ ഉണ്ടായിരിക്കും. ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടലിലാണ് നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക. കാരണം ഓതന്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ഓതന്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഓൾറെഡി IRP പോർട്ടലിലാണ് ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അവർ നമ്മൾക്ക് ഒരു യൂണിക് IRN നമ്പർ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യും. IRN നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. അതും ഈ IRN നമ്പറിനോടൊപ്പം തന്നെ ഈ QR കോഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതെന്താണ്, GSTയുടെ പോർട്ടലിലേക്ക് പോയിട്ട് അത് അവിടെ വെച്ചിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻവോയ്സിങ്, അതായത് ഇലക്ട്രോണിക് ബിൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടാലി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ F11 ഫീച്ചറിലാണ് പോകേണ്ടത്. നമ്മുടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ അവിടെ നമ്മൾ യെസ് കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. ഇവിടെ നമ്മുടെ GSTയുടെ നമ്പർ, ഡീറ്റെയിൽസ്, മന്ത്ലി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കണം. ആദ്യം നമ്മൾ E-way ബിൽ അപ്ലിക്കബിൾ എന്നുള്ളടത്ത് നമുക്ക് യെസ് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ E-way ബില്ലും അതേപോലെ തന്നെ ഈ ഇൻവോയ്സിങ്ങും കണക്റ്റഡ് ആണ്. അപ്പോൾ E-way ബില്ലിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് E-way ബില്ല്, അതേപോലെ തന്നെ E-way ബില്ല് എങ്ങനെയാണ് ടാലിയിൽ ജനറേറ്റ് ചെയ്യുക, ഈ 2 വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് E-way ബില്ല് അപ്ലിക്കബിളും നമ്മുടെ എസ് കൊടുക്കണം. നമുക്കിവിടെ അപ്ലിക്കബിൾ ഫ്രം നമ്മുടെ ഡേറ്റ് വന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ചോദിക്കും, പ്രിന്റ് E-way ബിൽ വിത്ത് ഇൻവോയ്സ്. നമുക്ക് E-way ബില്ല് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി പ്രിന്റ് വരണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോ കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കും ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ. അപ്പോൾ നമുക്ക് ഈ ഇൻവോയ്സിങ് അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുത്തു. അപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ഫ്രം എന്നുള്ളടത്ത് ഡേറ്റ് വരും. അപ്പോൾ നമ്മളുടെ അപ്ലിക്കബിൾ ഫ്രം എന്നുള്ളടത്ത് നമ്മുടെ ഡേറ്റ് കൊടുത്തു. അതേപോലെ തന്നെ ബിൽ ഫ്രം പ്ലേസ്, എവിടെ നിന്നാണ് നമ്മൾ E-way ബില്ല് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളം ആണെന്നുണ്ടെങ്കിൽ എറണാകുളം കൊടുത്തു. അപ്പോൾ ചോദിക്കും ഡീഫോൾട്ട് പീരീഡ് ഫോർ ദ E-invoice റിപ്പോർട്ട്. അതായത് നമ്മൾ ഓൾറെഡി ഒരു ബില്ല് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോർട്ടലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പോർട്ടലിലേക്ക് നമ്മൾ അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡേയ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കും സെൻഡ് E-way ബിൽ ഡീറ്റെയിൽസ് വിത്ത് E-invoice. അതായത് E-way ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇൻവോയ്സിൻ്റെ ഇതിൽ നമ്മൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതായത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ആ ഓപ്ഷൻ അവിടെ യെസ് കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോ സേവ് ചെയ്തു.
ഇത് നമുക്ക് കൺട്രോൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമ്മൾ സെയിൽസിൽ ഒരു എൻട്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ജസ്റ്റ് സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ പാർട്ടിയുടെ പേര് കാണിക്കാം. ഇപ്പോൾ പാർട്ടിയുടെ പേരാണെന്നുണ്ടെങ്കിൽ കൊടുത്തു. ഇവിടെ ടോം എന്ന് പറഞ്ഞൊരു പാർട്ടി കൊടുത്തു. സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വേറെ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് വേറെ സ്റ്റേറ്റ് കൊടുക്കാം. അതേപോലെ സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് സെയിം സ്റ്റേറ്റ് കൊടുക്കാം. നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഈ പാർട്ടി നമുക്ക് റെഗുലർ ആണ്. നമുക്ക് പാർട്ടിയുടെ GST നമ്പർ എല്ലാം കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുക്കാം. ഇവിടെ സെയിൽസ് ലെഡ്ജർ കൊടുത്തു. ഇവിടെ ഐറ്റം കൊടുക്കാം. ഐറ്റം നമുക്ക് ഓൾട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ TV ആണെങ്കിൽ TV എന്നുള്ളൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്പർ കൊടുക്കാം. നമ്മൾ S കൊടുത്തു. ഇവിടെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇപ്പോൾ 18% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് എൻ്റർ അടിച്ചിട്ട് കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇപ്പോൾ ഒരു 10 TV ആണ് വാങ്ങിക്കുന്നത്. നമുക്ക് ഇവിടെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ ഒരു 22,000 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇനി ഇതിൻ്റെ ടാക്സുകൾ കാണിക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ടാക്സുകൾ നമുക്ക് കൊടുക്കാം. GST കൊടുത്തു. അപ്പോൾ എൻ്റർ അടിച്ചിട്ട് ടാക്സ് വന്നു. അടുത്തത് GST കൊടുത്തു. അതിൻ്റെ ടാക്സ് വന്നു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ വരും, പ്രൊവൈഡ് GST ഇവേബിൾ E-Invoice ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളിവിടെ എസ് കൊടുത്തു. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം. അതായത് ഇവേ ബില്ലിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അതിൻ്റെ സപ്ലൈ, അതിൻ്റെ ഡേറ്റ്, ഡോക്യുമെൻറ്റ് ടൈപ്പ് എത്രയാണ്, നമ്മളുടെ അഡ്രസ്സ് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടി ബില്ലിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ് 1, അഡ്രസ് 2 എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. പിൻകോഡ് കൊടുത്തു. നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ മെയിലിംഗ് നെയിമിൽ അവിടെ കൊടുക്കാം. ഇവിടെ കൺസൈനിയുടെ ഡീറ്റെയിൽസ്, അയക്കേണ്ട പാർട്ടിയുടെ അഡ്രസ് ഡീറ്റെയിൽസ്, അഡ്രസ്സ് 1, 2 എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അതേപോലെ തന്നെ ആക്ച്വൽ സ്റ്റേറ്റ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് മെയിലിംഗ് നെയിം കൊടുത്തു. അതിൻ്റെ GST നമ്പർ, അതിൻ്റെ സ്റ്റേറ്റ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഡിസ്റ്റൻസ്, നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവേബിൽ ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 50 കിലോമീറ്റർ ആണെങ്കിൽ 50 കിലോമീറ്റർ കൊടുത്തു. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഒറിജിനലാണ് നമ്മളിത് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ നേരിട്ട് സൈറ്റിലവിടെ പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിലോമീറ്റർ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ 2 പിൻകോഡുകളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് ഞാൻ GST രജിസ്ട്രേഷൻ ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുവൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് നെയിം കൊടുക്കാം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടറുടെ ID കൊടുക്കാം. നമുക്കിവിടെ മോഡ് പേയ്മെൻറ്റ്, ബിൽ ടു പ്ലേസ്, ഷിപ്പ് ടു പ്ലേസ് എല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ എവിടേക്കാണ് അയക്കുന്നത്, ഇപ്പോൾ കാലിക്കറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാലിക്കറ്റിലേക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഷിപ്പ് ടു പ്ലേസ്, എവിടേക്കാണ് ഷിപ്പ് ചെയ്യണത്, അപ്പോൾ ആ ഡീറ്റെയിൽസും എല്ലാതും കൊടുക്കാം. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് IRN നമ്പറൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ന്യൂ റെഫറൻസ് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് ആണ് വരിക. ഡു യു വാണ്ട് ടു സെൻഡ് വൗച്ചർ ഡീറ്റെയിൽ ഫോർ ഇൻവോയ്സ് ആൻഡ് ഇവേബിൾ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോർട്ടലിലേക്ക് പോകും. അപ്പോൾ ആ പോർട്ടലിൽ വെച്ചിട്ട് നമുക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈറ്റിലേക്ക് കയറും. അപ്പോൾ അതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ആ ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇൻവോയ്സിങ് ടാലിയിൽ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.